അപ്പോൾ ഇന്ന് മദ്രസ ലീവാണ് കേട്ടോ, റേഞ്ച് ആയതുകൊണ്ടാണ്. അപ്പോൾ 6:30 ആയിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റപ്പോൾ, കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ നല്ല മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ആകാശത്ത് കാണുന്നുണ്ട്, നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുമ്പ് നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയാണ്. ഈ ഒരു തേക്കിൻ്റെ ഈ ഒരു ഇലയൊക്കെ ഇങ്ങനെ പാകമായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ രാവിലത്തെ പരിപാടികൾ തുടങ്ങണം. ആരും എഴുന്നേറ്റിട്ടില്ല, ഒരു 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മദ്രസ ഇല്ലാത്തതുകൊണ്ടാണ് അനൂസ് ഉറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ചോറിനുള്ള വെള്ളം എന്നത്തെയും പോലെ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാൻ. പിന്നെ ഇന്ന് ചേമ്പ് തേങ്ങയൊക്കെ അരച്ച് ഉടച്ചാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി ചേമ്പൊക്കെ ഒന്ന് വരണ്ടി എടുക്കണം. ചോറിനുള്ള വെള്ളം വെച്ച ശേഷമാണ് ഞാൻ ചേമ്പ് വരണ്ടി എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അസ്മൽക്കാക്ക് ഇന്ന് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഉപ്പുമാവാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. ബെൻസി റവ വെച്ചിട്ടാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കഴിക്കും. സാധാ റവ ആയതുകൊണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അനൂസും ഒക്കെ കഴിക്കാനൊക്കെ ഒരു മടിയാണ്. ഇഷ്ടമൊക്കെ ആണ്, പക്ഷെ ചില സമയത്തൊന്നും കഴിക്കില്ല. ഇതാകുമ്പോൾ എങ്ങനെയായാലും പഴവും ഉണ്ട് കുറച്ച്. നമുക്ക് 2 ദിവസമായി വാങ്ങിക്കൊണ്ട് വെച്ചിരുന്നു. ആണിപ്പൂവൻ പഴമാണ്. അപ്പോൾ കുറേ ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിറയെ കൊത്തളങ്ങയൊക്കെ ആവും, പിന്നെ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇന്ന് ചിലവാക്കണം. അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഉപ്പുമാവ് വെക്കുന്നത്. അപ്പോൾ അരി ഇടാനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ, ചൂടായി വരുന്നുണ്ട്. അപ്പോഴേക്ക് അതിനിടയ്ക്ക് ഞാൻ ചേമ്പൊക്കെ വരണ്ടി കുക്കറിലിട്ടിരുന്നു. കുറച്ച് ചേമ്പിന് വലിയ കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അതിലേക്ക് ചേമ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അരിയൊക്കെ കഴുകി നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ തിളപ്പിക്കൽ. അപ്പോൾ തിളച്ചിട്ട് പിന്നെ അത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചേമ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും വെച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ്. ഇത് വാർക്കില്ല ഈ വെള്ളം. അപ്പോൾ ആ പാകത്തിനുള്ള വെള്ളം നമ്മൾ ആദ്യമേ തന്നെ വെക്കുകയാണ്. അങ്ങനെ അതും ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ ഗ്യാസിലായിട്ട് നമുക്ക് ഉപ്പുമാവ് വെക്കാനുള്ള കുക്കറും വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞി കുക്കറിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ ഉപ്പുമാവിനുള്ള പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചേമ്പ് വെന്ത് വിസിലൊക്കെ പോയിട്ടുണ്ട്. അതിലേക്കുള്ള അരപ്പ് പച്ചമുളകും ചെറിയുള്ളിയും വലിയ ജീരകമാണ് എടുത്തത്. അതൊക്കെ അരപ്പൊക്കെ റെഡിയാക്കി നമ്മുടെ ചേമ്പ് ഉടച്ചിട്ട് അതിലേക്ക് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് അനു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അനൂസാണ് കേട്ടോ ചേമ്പൊക്കെ ഉടച്ച് തന്നത്. അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കറക്റ്റ് പാകാക്കി എടുക്കുന്നത് എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വേറൊരു വീഡിയോയിൽ. ഇനിയിപ്പോൾ ചേമ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പപ്പടവും കൊണ്ടാട്ടവും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് ചോറിലോട്ടായിട്ട്. ഉണക്കസ്രാവാണ് ഇതിന് മാച്ച്. നമ്മുടെ കയ്യിൽ തീർന്നു പോയതാണ്. എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവലുണ്ടായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനുവിനുള്ള സ്നാക്സ് റെഡിയാക്കുകയാണ് കേട്ടോ. ഉപ്പുമാവ് ഒരു പാത്രത്തിലും വേറൊരു പാത്രത്തിൽ കുറച്ച് പപ്പടവും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തതാണ് കഴിക്കാൻ എളുപ്പത്തിന്. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ചോറ് പിന്നെ അവർക്ക് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് കിട്ടും കേട്ടോ. ഇതുപോലെ വാട്ടർ ബോട്ടിൽ വെള്ളം ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2 ചെറിയ പാത്രത്തിൽ അസ്മൽക്കാക്കുള്ള കൊണ്ടാട്ടവും വേറൊരു പാത്രത്തിൽ പപ്പടവും പൊരിച്ച് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് അനൂസിൻ്റെ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബാഗിൽ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ച് സിറ്റ് ഔട്ടിൽ ഇരുന്നാണ് കേട്ടോ ചായ കുടിക്കൽ. അപ്പോൾ വണ്ടി വന്നാൽ ലേറ്റായി പോകും എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അതുകൊണ്ട് ചായ കുടിക്കാതെ പോവും. അപ്പോൾ ഞാൻ പറയും സിറ്റ് ഔട്ടിൽ ഇരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ വണ്ടി വന്നാൽ പെട്ടെന്ന് നിർത്തി പോവാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നാണ് കഴിക്കൽ. അപ്പോൾ കൈ കഴുകാൻ പോയതായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പുമാവും പഴവും പപ്പടവും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അങ്ങനെ ലാസ്റ്റ് വെള്ളമൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യാണ് കേട്ടോ വണ്ടിക്ക്. അപ്പോഴേക്ക് അസ്മൽക്കാക്കൻ്റെ ചോറ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. ചോറിലോട്ടായിട്ട് തുറമാങ്ങ അച്ചാറും പിന്നെ നമ്മുടെ ചേമ്പ് കറി വേറൊരു പാത്രത്തിലും പിന്നെ ബോട്ടിലിൽ വെള്ളവും പിന്നെ പപ്പടം പൊരിച്ചതും കൊണ്ടാട്ടം പൊരിച്ചതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അസ്മൽക്കാക്ക കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോഴേക്ക് ഉപ്പുമാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുഴിയുള്ള പാത്രത്തിലാണ് കേട്ടോ ഉപ്പുമാവായാലും എന്തായാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്താൽ കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അനൂസ് ഇതാ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മുറ്റത്തൊക്കെ മഴ പെയ്തിട്ട് നല്ല വെള്ളം ഉണ്ട് കേട്ടോ. കൂടുതൽ സമയത്തും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവല്. മഴയായതിന് ശേഷം രാവിലത്തെ കാറ്റിന് ശേഷം നല്ലൊരു മഴയൊക്കെ പെയ്ത് ചോർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനൂസ് വണ്ടി വന്നിട്ട് കയറി പോയിട്ടുണ്ട്. അസ്മൽക്കാക്കുള്ള ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നന്നാക്കുക എന്നുള്ളതാണ്. ഡാനിമോൻ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഞാൻ എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് മുഴുവനായിട്ട് എടുത്തിട്ട് തട്ടിക്കുടഞ്ഞ് ഫ്രഷ് ആക്കി വിരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അനൂസ് ഇതാ അലമാരൊക്കെ എന്തോ എടുക്കാൻ വേണ്ടി തുറന്നിട്ടിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെ ഫോട്ടോസൊക്കെ കുറേ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഭാഗം ഒന്ന് പശ തേച്ചിട്ട് ഒട്ടിച്ച് വെച്ചതാണ്. അനൂസിൻ്റെ സർട്ടിഫിക്കറ്റാണ്, അനൂസിൻ്റെ ട്രോഫികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അസ്മൽക്കാക്കൊക്കെ റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ റൂമിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡാനിക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല. പിന്നെ ഡൈനിങ് ഹാളിലെ ടേബിളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബായ്.